മന്നാ പ്രതിദിനമന്നാ സമൃദ്ധമായ ജീവൻ നൽകും മന്നാ. ദൈവസഭയിലെ നമ്മുടെ കൂട്ടായ്മ. 1 കൊരിന്ത്യർ 12:13. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. 1 കൊരിന്ത്യർ 12:22. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. 1 കൊരിന്ത്യർ 12:27. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളും ആകുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ വ്യക്തി ക്രിസ്തുവിന്റെ സഭ എന്ന ശരീരത്തിൽ അംഗമാകുന്നു. അങ്ങനെ ക്രിസ്തു ശരീരത്തിൽ അംഗമായി തീരുന്നത് ആത്മസ്നാനത്തിലൂടെ ആണെന്ന് 1 കൊരിന്ത്യർ 12:13 പറയുന്നു. അങ്ങനെ ചേർക്കപ്പെട്ട നാം ശരീരമെന്ന നിലയിൽ ക്രിസ്തുവിന്റെ സഭയെ കാണുന്നുവെങ്കിൽ നാം സ്വതന്ത്രരായി ജീവിക്കുകയില്ല. മാത്രമല്ല, നമുക്ക് ശരീരബോധമുണ്ടെങ്കിൽ നാം സ്വയമേവ ദൈവത്തിന്റെ മറ്റു മക്കളുമായി കൂട്ടായ്മ ചെയ്യുകയും ഈ കൂട്ടായ്മയെ നാം വിലമതിക്കുകയും അത് നമുക്ക് ഒരു ഭാരമാണെന്ന് കരുതാതിരിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ മക്കൾക്ക് ദൈവത്തിന്റെ ഭവനത്തിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ അവർക്ക് ദൈവത്തിന്റെ മറ്റു മക്കളുമായി കൂട്ടായ്മ ചെയ്യുവാൻ കഴിയില്ല. മറ്റു സഹോദരന്മാരെ ബഹുമാനിക്കുവാൻ കഴിയാത്തവരും അവർക്ക് അർഹമായ മാനവും പ്രശംസയും സ്ഥാനവും നൽകുവാൻ കഴിയാത്തവരും ആയിരിക്കും. ദൈവത്തിന്റെ ശരീരജീവൻ എന്താണെന്ന് നമുക്ക് അറിയാമെങ്കിൽ മറ്റു സഹോദരന്മാരെ വിലമതിക്കുവാനും ദൈവജീവനെ സ്പർശിക്കുവാനും യോഗങ്ങളിൽ നിന്ന് ആത്മീക സഹായം സ്വീകരിക്കുവാനും നാം പഠിക്കും. സഭായോഗങ്ങൾക്ക് നാം വരുമ്പോൾ നമുക്ക് സഹായം ലഭിക്കുകയും ജീവനെ സ്പർശിക്കുകയും ചെയ്യുന്നു. എന്നാൽ യോഗം കഴിഞ്ഞ് നാം പിരിയുമ്പോൾ മറ്റൊരു സഹോദരൻ വന്ന് യോഗം വളരെ മോശമാണെന്നും യോഗം ശരിയല്ലെന്നും നമ്മോട് പറഞ്ഞേക്കാം. യഥാർത്ഥത്തിൽ യോഗമല്ല മോശം, മറിച്ച് ആ സഹോദരനാണ്. അദ്ദേഹം ദൈവത്തിന്റെ ഭവനത്തിൽ തന്റെ സ്ഥാനം തിരിച്ചറിഞ്ഞില്ല. തൽഫലമായി അയാൾക്ക് മറ്റുള്ളവരുമായി കൂട്ടായ്മ ചെയ്യുവാനോ മറ്റുള്ളവരിൽ നിന്ന് ജീവസഹായം സ്വീകരിക്കുവാനോ കഴിഞ്ഞില്ല. എന്നാൽ അവന്റെ ജഡം ഇടപെടാതിരുന്നാൽ അയാൾക്ക് ക്രിസ്തുവിന്റെ ശരീരത്തെ കാണുകയും മറ്റുള്ളവരുമായി സ്വയമേവ കൂട്ടായ്മ ചെയ്യുവാൻ ഇടയാകുകയും ചെയ്യും. ഏറ്റവും ദുർബലനായ സഹോദരനോ സഹോദരിക്കോ പോലും തനിക്ക് എന്തെങ്കിലും ആത്മീക സഹായം നൽകുവാൻ കഴിയുമെന്ന് അയാൾ കണ്ടെത്തും. അതിനാൽ ദൈവസഭയിൽ നമ്മുടെ സ്ഥാനം ശരിയായി മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിൽ എൻ്റെ സ്ഥാനം. പ്രിയ സഹോദരങ്ങളെ, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ ഈ വചനത്തിൽ സഭ എന്താണെന്ന് ലളിതമായും ആഴമായും പറയുന്നു. സഭ ഒരു കെട്ടിടമല്ല, ഒരു കൂട്ടമല്ല, ഒരു മതസംഘടനയുമല്ല. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ഒന്നാമതായി, ക്രിസ്തു ശരീരത്തിന്റെ തല. ഒരു ശരീരത്തിന് തലയില്ലാതെ ജീവിക്കാനാകുമോ? ചിന്തിക്കാനും കാണാനും നയിക്കാനും തല ആവശ്യമുണ്ട്. അതുപോലെ സഭയുടെ തല മനുഷ്യനല്ല, യേശുക്രിസ്തു തന്നെയാണ്. കൊലോസ്യർ 1:18 പറയുന്നു, അവൻ ശരീരമായ സഭയുടെ തലയാകുന്നു. ക്രിസ്തുവിനെ മാറ്റിവെച്ച് പ്രവർത്തിക്കുന്ന സഭ പുറമേ ജീവിക്കുന്നത് പോലെ തോന്നാം, എന്നാൽ ഉള്ളിൽ അത് നിർജീവമാണ്. നമ്മുടെ എല്ലാ തീരുമാനങ്ങളിലും ക്രിസ്തുവിന്റെ മനസ്സ് അന്വേഷിക്കണം. വിശ്വാസത്തിലൂടെ നമ്മൾ ക്രിസ്തുവിൽ ചേർക്കപ്പെട്ടപ്പോൾ നാം ശരീരത്തിന്റെ ഭാഗങ്ങളായി മാറി. ഇവിടെ ഒരാളും അതിഥിയല്ല. പുതിയ വിശ്വാസിയാകാം, പഴയ വിശ്വാസിയാകാം, എല്ലാവരും ശരീരത്തിലെ അവയവങ്ങളാണ്. രണ്ടാമതായി, ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങൾ ആകുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരേ ശരീരത്തിൽ കണ്ണും കാതും കൈയും കാലും ഉണ്ടല്ലോ. എല്ലാവരും കൈയായിരുന്നാൽ നടക്കാൻ കഴിയുമോ? എല്ലാവരും കണ്ണായിരുന്നാൽ പ്രവർത്തിക്കാൻ കഴിയുമോ? അതുപോലെ സഭയിൽ എല്ലാവരും പ്രസംഗകരാകണമെന്നില്ല, എല്ലാവരും പാടണമെന്നില്ല. എന്നാൽ എല്ലാവർക്കും ഒരു സ്ഥാനം ഉണ്ട്. 1 കൊരിന്ത്യർ 12:22 ഇപ്രകാരം പറയുന്നു, ബലഹീനമെന്ന് തോന്നുന്ന അവയവങ്ങൾ കൂടുതൽ സഹായം ആവശ്യമാണ്.
സഭയിൽ ഞാൻ ഒന്നുമല്ല എന്ന് പറയുന്നത് ദൈവത്തിന്റെ രൂപകൽപ്പനയെ അവഗണിക്കുകയാണ്. മൂന്നാമതായി, പരസ്പര ബന്ധം. ശരീരത്തിന്റെ ജീവൻ ഒരു കൈക്ക് മുറിവേറ്റാൽ മുഴുവൻ ശരീരവും പ്രതികരിക്കും. അതുപോലെ സഭയിൽ ഒരാൾ വേദനിക്കുമ്പോൾ മറ്റുള്ളവർ അവഗണിക്കുന്നത് ശരീരത്തിന്റെ സ്വഭാവമല്ല. ഒരു സഹോദരൻ വീണാൽ അത് അവന്റെ പ്രശ്നമാണ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഷയല്ല. സഭ എന്നത് പരസ്പരം ചുമക്കുന്ന, കരുതുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. നാലാമതായി, നമ്മുടെ ഉത്തരവാദിത്വം. പ്രവർത്തിക്കാത്ത അവയവം ശരീരത്തിന് ഭാരം മാത്രമാണ്. നാം ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇവയാണ്. കർത്താവേ, ഞാൻ ഏത് അവയവമാണ്? നീ നൽകിയ വരം ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ? സഭയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ ശരീരത്തെ ശക്തമാക്കുന്നുണ്ടോ അതോ ദുർബലമാക്കുന്നോ? നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ആയതിനാൽ വിലപ്പെട്ടവരാണ്. നാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ലോകം ജീവിക്കുന്ന ക്രിസ്തുവിനെ സഭയിലൂടെ കാണുവാനിടയാകും. അങ്ങനെ ആയിത്തീരുവാൻ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ സഭയാകുന്ന ശരീരത്തിന്റെ അംഗങ്ങളാക്കി തീർത്തിരിക്കുന്ന ഞങ്ങൾ അതിന്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.